സ്മാർട്ട് ഫോണുകളും സ്മാർട്ട് വാച്ചുകളും ചാർജ് ചെയ്യുന്നത് പോലെ 2026 വേൾഡ് കപ്പിലെ ഫുട്ബോളും ഒരു സ്മാർട്ട് ഗാഡ്ജറ്റായി മാറിക്കഴിഞ്ഞു എന്നത് നമ്മളിൽ എത്ര പേർക്കറിയാം? 1970 മുതൽ 2022 വരെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഔദ്യോഗിക പന്തുകളും അവയുടെ സവിശേഷതകളും, ഉപയോഗിച്ച വർഷം, ആതിഥേയ രാജ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഒപ്പം 2026 നടക്കുന്ന ലോകകപ്പിലെ അത്യാധുനിക പന്തിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും മനസ്സിലാക്കാം. 1970 മുതലാണ് ഫിഫ ലോകകപ്പുകൾക്കായി ഔദ്യോഗികമായി പ്രത്യേകം പന്തുകൾ രൂപകൽപ്പന ചെയ്തു തുടങ്ങിയത്. പ്രമുഖ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് നിർമ്മാതാക്കളായ അഡിഡാസ് ആണ് ഈ പന്തുകൾ നിർമ്മിക്കുന്നത്. 1970 മെക്സിക്കോ വേൾഡ് കപ്പിൽ ഉപയോഗിച്ച ബോളിൻ്റെ പേര് ടെൽസ്റ്റാർ എന്നാണ്. ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഔദ്യോഗിക പന്ത്. കറുപ്പും വെളുപ്പും നിറങ്ങളിലുള്ള 32 പാനലുകൾ ചേർത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷനുകളിൽ പന്ത് വ്യക്തമായി കാണുന്നതിന് വേണ്ടിയാണ് ഈ നിറങ്ങൾ നൽകിയത്. 1974 വെസ്റ്റ് ജർമ്മനിയിൽ നടന്ന വേൾഡ് കപ്പിൽ ഉപയോഗിച്ച ബോളിൻ്റെ പേര് ടെൽസ്റ്റാർ ഡർലസ്റ്റ് എന്നാണ്. 1970 പന്തിൻ്റെ പരിഷ്കരിച്ച രൂപം. പന്തിൽ വെള്ളം കയറാത്ത രീതിയിലുള്ള പ്രത്യേക പോളിയൂറിൻ കോട്ടിംഗ് ഇതിൽ ആദ്യമായി പരീക്ഷിച്ചു. 1978 അർജന്റീനയിൽ നടന്ന വേൾഡ് കപ്പിൽ ഉപയോഗിച്ച ബോളിൻ്റെ പേര് ടാങ്കോ എന്നാണ്. 20 അപ്രാകൃത പാനലുകൾ ചേർത്ത് വെച്ച് നിർമ്മിച്ച ഡിസൈൻ. ഈ ഡിസൈൻ പന്ത് കറങ്ങുമ്പോൾ ഒരു പ്രത്യേക ദൃശ്യഭംഗി നൽകുന്നു. പിൽക്കാലത്ത് പല പന്തുകൾക്കും ഇത് മാതൃകയായി. 1982 സ്പെയിൻ വേൾഡ് കപ്പിൽ ഉപയോഗിച്ചത് ടാങ്കോ എസ്പാനിയ എന്ന ബോളാണ്. ലെതർ കൊണ്ടുള്ള നിർമ്മാണത്തിൽ വലിയ മാറ്റം വരുത്തി. തുന്നലുകൾക്കിടയിലൂടെ വെള്ളം കയറുന്നത് തടയാൻ വാട്ടർ പ്രൂഫ് സീലുകൾ ഉപയോഗിച്ച ആദ്യ പന്താണിത്. 1986 മെക്സിക്കോ വേൾഡ് കപ്പിൽ ഉപയോഗിച്ചത് അസ്റ്റക്ക എന്ന പേരിലുള്ള ബോളാണ്. പൂർണ്ണമായും സിന്തറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ ലോകകപ്പ് പന്ത്. മെക്സിക്കോയിലെ തദ്ദേശീയമായ അസ്റ്റെക് സംസ്കാരത്തിൻ്റെ കലാരൂപങ്ങൾ ഇതിൽ ആലേഖനം ചെയ്തിരുന്നു. 1990 ഇറ്റലി വേൾഡ് കപ്പിൽ ഉപയോഗിച്ചത് എട്രൂസ്കോ യൂണിക്കോ എന്ന ബോളാണ്. ഉള്ളിൽ കറുത്ത പോളിയൂറിൻ ഫോംപാളികൾ ഉപയോഗിച്ചതിനാൽ പന്തിന് കൂടുതൽ വേഗതയും വാട്ടർ പ്രൂഫിംഗ് ശേഷിയും ലഭിച്ചു. ഇറ്റലിയുടെ പുരാതന ചരിത്രമാണ് ഡിസൈനിൽ ഉൾപ്പെടുത്തിയത്. 1994 നടന്ന USA വേൾഡ് കപ്പിലെ പന്തിൻ്റെ പേര് കൊസ്ട്ര എന്നായിരുന്നു. ബഹിരാകാശ സാങ്കേതികവിദ്യയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച പന്ത് കൂടുതൽ സോഫ്റ്റായതും വേഗതയേറിയതുമായിരുന്നു. കളിക്കാർക്ക് പന്തിനെ കൂടുതൽ നിയന്ത്രണത്തിലാക്കാൻ ഇത് സഹായിച്ചു. 1998 ഫ്രാൻസ് വേൾഡ് കപ്പിൽ ഉപയോഗിച്ചത് ട്രൈ-കളർ എന്ന ഫുട്ബോളാണ്. ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ മൾട്ടി കളർ ഫുട്ബോൾ. ഫ്രാൻസിൻ്റെ ദേശീയ പതാകയിലെ ചുവപ്പ്, വെള്ള, നീല നിറങ്ങളാണ് ഇതിലുപയോഗിച്ചത്. സിന്തറ്റിക് ഫോം സാങ്കേതികവിദ്യ ഇതിൽ കൂടുതൽ മെച്ചപ്പെടുത്തി. 2002 ദക്ഷിണ കൊറിയയും ജപ്പാനും സംയുക്തമായി നടത്തിയ വേൾഡ് കപ്പിൽ ഉപയോഗിച്ച ബോൾ ഫീവർ നോവ എന്നറിയപ്പെട്ടു. 1978 മുതൽ തുടർന്നു വന്ന ടാങ്കോ ഡിസൈൻ പൂർണ്ണമായും മാറ്റിയ പന്ത്. ഏഷ്യൻ സംസ്കാരത്തിന് പ്രാധാന്യം നൽകിയുള്ള രൂപകൽപ്പനയായിരുന്നു ഇതിൻ്റേത്. പന്തിൻ്റെ ഭാരം കുറയ്ക്കുകയും വായുവിലുള്ള വേഗത കൂട്ടുകയും ചെയ്തു. 2006 ജർമ്മനിയിൽ നടന്ന ഫുട്ബോൾ ലോകകപ്പ് മത്സരത്തിൽ ഉപയോഗിച്ച പന്താണ് ടീം ജിസ്റ്റ്. പാനലുകളുടെ എണ്ണം 32 നിന്നും 14 കുറച്ചു. തുന്നലുകൾക്ക് പകരം തെർമൽ ബോണ്ടിംഗ് വഴി പാനലുകൾ ഒട്ടിച്ചു ചേർത്തു. ഇത് പന്തിൻ്റെ കൃത്യതയും റൗണ്ട് ഷേപ്പും വർദ്ധിപ്പിച്ചു. 2010 ദക്ഷിണാഫ്രിക്ക വേൾഡ് കപ്പിൽ ഉപയോഗിച്ചത് ജബുലാനി എന്ന പേരിലുള്ള ബോളാണ്. വെറും 8 പാനലുകൾ മാത്രമാണ് ഇതിലുണ്ടായിരുന്നത്. വായുവിൽ അപ്രതീക്ഷിതമായി ദിശമാറുന്ന സ്വഭാവം ഉണ്ടായിരുന്നതിനാൽ ഗോളികൾക്ക് ഈ പന്ത് വലിയ വെല്ലുവിളിയായിരുന്നു. ഏറെ വിപ്ലവകരവും ചർച്ച ചെയ്യപ്പെട്ടതുമായ പന്താണിത്. 2014 ബ്രസീൽ വേൾഡ് കപ്പിൽ ഉപയോഗിച്ചത് ബ്രാസുക്ക എന്ന ബോളാണ്. 6 പാനലുകൾ മാത്രമാണ് ഇതിലുപയോഗിച്ചത്. ജബുലാനിയുടെ പോരായ്മകൾ പരിഹരിച്ചു. വായുവിൽ മികച്ച സ്ഥിരതയും ഗ്രിപ്പ് നൽകുവാൻ ഇതിൻ്റെ പ്രത്യേക രൂപകൽപ്പനയ്ക്ക് കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള കളിക്കാർ ഇതിനെ പ്രശംസിച്ചു. 2018 റഷ്യ വേൾഡ് കപ്പിൽ ഉപയോഗിച്ച ബോളുകൾ ടെൽസ്റ്റാർ 18 എന്ന പേരിൽ ഉള്ളവയായിരുന്നു. 1970 ക്ലാസിക് ടെൽസ്റ്റാർ പന്തിൻ്റെ ആധുനിക രൂപം. ഡിജിറ്റൽ യുഗത്തിൻ്റെ പ്രതീകമായി പിക്സലേറ്റഡ് ഗ്രാഫിക്സ് നൽകി. ആദ്യമായി പന്തിനുള്ളിൽ NFC നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ചിപ്പ് ഘടിപ്പിച്ചു. സ്മാർട്ട് ഫോൺ വഴി ഉപയോക്താക്കൾക്ക് പന്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ഇത് സഹായിച്ചു. 2022 ഖത്തർ വേൾഡ് കപ്പിൽ അൽ റിഹ്ള എന്ന പന്താണ് ഉപയോഗിച്ചത്. ഇത് വായുവിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന പന്ത്. ഇതിൻ്റെ ഉള്ളിൽ കണക്റ്റഡ് ബോൾ ടെക്നോളജി അഥവാ സെൻസർ ചിപ്പ് ഘടിപ്പിച്ചിരുന്നു. ഇത് ഓഫ് സൈഡുകൾ കൃത്യമായി കണ്ടെത്താൻ വീഡിയോ അസിസ്റ്റന്റ് റഫറി സിസ്റ്റത്തെ സഹായിച്ചു. കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫിഫ വേൾഡ് കപ്പിനായി അഡിഡാസ് പുറത്തിറക്കിയ ഔദ്യോഗിക പന്താണ് ട്രിയോണ്ട. സ്പാനിഷ് ഭാഷയിലെ
ത്രീ വേവ്സ് എന്ന വാക്കിൽ നിന്നാണ് ട്രിയോണ്ട എന്ന പേര് രൂപം കൊണ്ടത്. ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 3 രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ടൂർണമെൻറ്റ് നടത്തുന്നതിനെയാണ് ഈ പേര് സൂചിപ്പിക്കുന്നത്. പന്തിൻ്റെ ഡിസൈനിൽ 3 രാജ്യങ്ങളുടെയും സാംസ്കാരിക പ്രതീകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാനഡയുടെ മാപ്പിൾ ലീഫ്, മെക്സിക്കോയുടെ ഈഗിൾ, അമേരിക്കയുടെ സ്റ്റാർ എന്നിവ ഇതിൽ കാണാം. ഈ രാജ്യങ്ങളുടെ പതാകകളെ അനുസ്മരിപ്പിക്കുന്ന ചുവപ്പ്, പച്ച, നീല നിറങ്ങളാണ് ഇതിൽ പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം ലോകകപ്പ് ട്രോഫിയോടുള്ള ആദരസൂചകമായി സ്വർണ്ണ നിറത്തിലുള്ള പുള്ളികളും നൽകിയിട്ടുണ്ട്. 4 പാനലുകൾ പരസ്പരം ചേരുന്ന പന്തിൻ്റെ മധ്യഭാഗം ഒരു ത്രികോണ രൂപം സൃഷ്ടിക്കുന്നു. ഇത് 3 രാജ്യങ്ങളുടെയും ചരിത്രപരമായ ഒത്തുചേരലിനെ പ്രതീകപ്പെടുത്തുന്നു. 2026 ഉപയോഗിക്കുന്ന ഫുട്ബോളിൻ്റെ ടെക്നിക്കൽ ഇന്നോവേഷൻസ് ആണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത്. ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളാണ് ട്രിയോണ്ടയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 4 പാനൽ കൺസ്ട്രക്ഷൻ. ലോകകപ്പ് പന്തുകളുടെ ചരിത്രത്തിൽ ആദ്യമായാണ് വെറും 4 പാനലുകൾ മാത്രം ഉപയോഗിച്ച് ഒരു പന്ത് നിർമ്മിക്കുന്നത്. തെർമൽ ബോണ്ടിംഗ് വഴി ഒട്ടിച്ചു ചേർത്ത ഈ പാനലുകൾ പന്തിന് ഒരേപോലെയുള്ള ഉപരിതലവും കൃത്യതയും നൽകുന്നു. ഡീപ്പ് സീംസ്. പാനലുകൾക്കിടയിൽ മനഃപൂർവ്വം ആഴത്തിലുള്ള തുന്നലുകൾ നൽകിയിട്ടുണ്ട്. പന്ത് വായുവിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വായു പ്രതിരോധം ഒരുപോലെ നിലനിർത്താനും വായുവിൽ മികച്ച സ്ഥിരത ഉറപ്പാക്കാനും ഇത് സഹായിക്കുന്നു. ജബുലാനി പോലെ വായുവിൽ ദിശ മാറുന്ന പ്രശ്നം ഇതിലുണ്ടാകില്ല. എംബോസ്ഡ് ഐക്കണുകൾ. പന്തിൻ്റെ പുറംഭാഗത്ത് വളരെ അടുത്തു നിന്നാൽ മാത്രം കാണാൻ കഴിയുന്ന തരത്തിലുള്ള ചെറിയ പ്രതീകങ്ങൾ എംബോസ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. മഴയുള്ള സമയത്തോ ഈർപ്പമുള്ള സാഹചര്യങ്ങളിലോ കളിക്കാർക്ക് പന്ത് ഡ്രിബിൾ ചെയ്യാനും കിക്ക് ചെയ്യാനും ഇത് മികച്ച ഗ്രിപ്പ് നൽകും. കണക്റ്റഡ് ബോൾ ടെക്നോളജി. അൽ റിഹ്ളയ്ക്ക് ശേഷം ഈ സാങ്കേതികവിദ്യ കൂടുതൽ കരുത്തോടെ ട്രിയോണ്ടയിലും തിരിച്ചെത്തുന്നു. പന്തിൻ്റെ കൃത്യമധ്യത്തിലായി മോഷൻ സെൻസർ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. പന്ത് ചലിക്കുന്ന ഓരോ സെക്കൻഡിലും 500 തവണ എന്ന നിരക്കിൽ ഇത് ഡാറ്റ വീഡിയോ അസിസ്റ്റന്റ് റഫറി റൂമിലേക്ക് കൈമാറും. ഓഫ് സൈഡ് തീരുമാനങ്ങൾ കൃത്യമായി എടുക്കാനും പന്ത് ഗോൾ ലൈൻ കടന്നോ എന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തിരിച്ചറിയാനും ഇത് റഫറിമാരെ സഹായിക്കുന്നു. 2026 ഫിഫ ലോകകപ്പിൽ ഉപയോഗിക്കുന്ന പന്തുകൾ കളികളത്തിൽ ഇറക്കുന്നതിന് മുൻപ് മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്യുന്നത് പോലെ റീചാർജ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. കേൾക്കുമ്പോൾ അല്പം അത്ഭുതം തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു സാങ്കേതിക വിദ്യയുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇനി പറയുന്നത്. എന്തുകൊണ്ടാണ് പന്ത് ചാർജ് ചെയ്യുന്നത്? മുൻപ് സൂചിപ്പിച്ചതുപോലെ ആധുനിക ലോകകപ്പ് പന്തുകളുടെ ഉള്ളിൽ കണക്റ്റഡ് ബോൾ ടെക്നോളജി ഉണ്ട്. അതായത് പന്തിൻ്റെ കൃത്യമധ്യത്തിലായി ഒരു അത്യാധുനിക മോഷൻ സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സെൻസർ പ്രവർത്തിക്കുവാൻ വൈദ്യുതി ആവശ്യമാണ്. പന്തിൻ്റെ ഉള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള വളരെ ചെറിയ ഒരു റീചാർജബിൾ ബാറ്ററി വഴിയാണ് ഈ സെൻസറിന് പവർ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ മത്സരത്തിന് മുൻപും ഈ പന്തുകൾ ചാർജ് ചെയ്യുന്നത്. മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്യുന്നത് പോലെ പന്തിലേക്ക് വയർ കുത്തിവെച്ചല്ല ഇത് ചാർജ് ചെയ്യുന്നത്. പകരം വയർലെസ് ചാർജിംഗ് സാങ്കേതികവിദ്യയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പ്രത്യേകതരം ചാർജിംഗ് പാഡുകളിൽ വെച്ചാണ് മത്സരത്തിന് മുൻപ് പന്തുകൾ പൂർണ്ണമായും ചാർജ് ചെയ്തെടുക്കുന്നത്. ഒരു തവണ പൂർണ്ണമായി ചാർജ് ചെയ്താൽ ഈ പന്തിലെ സെൻസറിന് ആക്റ്റീവായി 6 മണിക്കൂർ വരെ പ്രവർത്തിക്കാനാകും. പന്ത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഈ ബാറ്ററി ബാക്കപ്പ് 18 ദിവസം വരെ നീണ്ടുനിൽക്കും. ഒരു ഫുട്ബോൾ മത്സരം സാധാരണയായി 90 മിനിറ്റും ഇനി അധിക സമയം വന്നാൽ പരമാവധി 120 മിനിറ്റും ആയതിനാൽ 6 മണിക്കൂർ ബാക്കപ്പ് എന്നത് ഒരു മത്സരത്തിന് ധാരാളമാണ്. ഈ ചാർജിംഗ് കൊണ്ട് എന്താണ് പ്രയോജനം? പന്തിനുള്ളിലെ സെൻസർ ചാർജായിരിക്കുമ്പോൾ അത് കളിയിലെ റഫറിമാരെ വലിയ രീതിയിൽ സഹായിക്കുന്നു. കൃത്യമായ ഓഫ്സൈഡ് കണ്ടെത്തൽ. കളിക്കാരൻ പന്ത് കിക്ക് ചെയ്യുന്ന കൃത്യമായ മൈക്രോ സെക്കൻഡ് ഈ സെൻസർ തിരിച്ചറിയുകയും ആ സമയത്തെ കളിക്കാരുടെ സ്ഥാനം സെമി ഓട്ടോമാറ്റഡ് ഓഫ്സൈഡ് സാങ്കേതിക വിദ്യ വഴി റഫറിമാർക്ക് നൽകുകയും ചെയ്യുന്നു. പന്ത് സെക്കൻഡിൽ 500 തവണ എന്ന നിരക്കിൽ അതിൻ്റെ ഡാറ്റ റഫറിമാരുടെ റൂമിലേക്ക് അയക്കുന്നു. പന്തിൻ്റെ വേഗത, കറക്കം എന്നിവയെല്ലാം ഇതിലൂടെ കൃത്യമായി അളക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ നമ്മൾ സ്മാർട്ട് ഫോണും സ്മാർട്ട് വാച്ചുകളും ചാർജ് ചെയ്യുന്നത് പോലെ ഇന്നത്തെ ഫുട്ബോളും ഒരു സ്മാർട്ട് ഗാഡ്ജറ്റായി മാറിക്കഴിഞ്ഞു. ആവേശം നിറഞ്ഞ കളികൾ കാണുമ്പോൾ അതിനുപയോഗിക്കുന്ന പന്തുകളെക്കുറിച്ചും അറിയുന്നത് നല്ലതാണ്. എല്ലാവർക്കും മനോഹരവും ആവേശകരവുമായ വേൾഡ് കപ്പ് ആശംസകൾ. താങ്ക് യു.